പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായിരുന്ന ഒരു ധനികൻ ജീവിച്ചിരുന്നു. അയാൾ ഒരു ബസ് വാങ്ങി. ജോസഫ് എന്ന പേരോടുകൂടിയ യൗസേ പിതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു ബസ്സിൻ്റെ ആദ്യത്തെ ഉടമ. ബസ്സിൽ സെൻറ് ജോസഫ് എന്ന പേര് പെയിൻറ് ചെയ്തിരുന്നു. മതതീഷ്ണതയോ വിശ്വാസത്തിൻ്റെ കണിക പോലുമോ ഇല്ലാത്ത പുതിയ ഉടമസ്ഥൻ ബസ്സിൻ്റെ പേര് മായ്ച്ചു കളയുകയും തനിക്ക് തോന്നിയ ഓമന പേര് ബസ്സിന് നൽകുകയും ചെയ്തു. എന്നാൽ ആ ബസ്സിലെ ഡ്രൈവർ അക്രൈസ്തവനായ ഒരു വ്യക്തിയായിരുന്നു. അയാൾ ബസ് ഓടിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിൻ്റെ പടം അതിൽ തൂക്കിയിടുക പതിവായിരുന്നു. അങ്ങനെയിരിക്കെ അവിചാരിതമായി ഒരു അപകടം ഉണ്ടായി. മലഞ്ചെരിവിലൂടെ അനേകം ആളുകളെ കയറ്റിക്കൊണ്ടുപോയ ബസ് കൊക്കയിലേക്ക് വീണു. 200 അടിയോളം താഴെയുള്ള അഗാധ ഗർത്തത്തിലേക്കാണ് ബസ് വീണത്. അത്ഭുതമെന്ന് പറയട്ടെ, അതിലുണ്ടായിരുന്നവർക്ക് യാതൊരു കേടുപാടുകളും ഉണ്ടായില്ല. ബസ്സിന് ചില്ലറ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വിസ്മയം പൂണ്ട ആളുകളോട് കേവലം ക്രിസ്ത്യാനി പോലുമല്ലാത്ത ഡ്രൈവർ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഞാൻ ക്രിസ്തുമത വിശ്വാസിയല്ലെങ്കിലും യേശുവിനെ എനിക്ക് വിശ്വാസമുണ്ട്. യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും പരിപാലിച്ച ഈ പുണ്യദേഹം നമ്മെ കാത്തുകൊള്ളുമെന്നതിൽ സംശയത്തിന് അവകാശമില്ല. അക്രൈസ്തവനായ ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട മാത്രയിൽ ശ്രോതാക്കൾ വിസ്മയിച്ചു എന്ന് മാത്രമല്ല, ഭക്തകാര്യങ്ങളിൽ ഉദാസീനനായിരുന്ന ബസ് ഉടമ മാർ യൗസേ പിതാവിൻ്റെ ഉത്തമ ഭക്തനായി തീരുകയും ചെയ്തു. മാർ യൗസേ പിതാവേ, ഉണ്ണിമിശിഹായെ 12ാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ. ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്താപത്തോടുകൂടി അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങയുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ജീവിത ക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവസഹായത്തോടുകൂടി അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങൾ പ്രാപിക്കട്ടെ. ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകൾ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാർ യൗസേപ്പേ, ഞങ്ങൾ കുരിശുകൾ സഹിച്ച് ഈശോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേ.